ഓണത്തോടനുബന്ധിച്ച് അത്തച്ചമയൊക്കെ വളരെ പ്രശസ്തമാണ്. ഈ ആഘോഷങ്ങളിലൊക്കെ ജയേട്ടൻ വളരെ സജീവമായിട്ടൊക്കെ പങ്കെടുത്തതായിട്ടൊക്കെയുള്ള വീഡിയോസും വിഷ്വൽസും ഒക്കെ പങ്കെടുത്തതായിട്ടല്ല, എടുത്തിട്ടുണ്ട്. ജയസൂര്യ വന്നാലേ അത്തച്ചമയം തുടങ്ങുള്ളൂ. ഈ ഓർമ്മകൾ, ഈ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇല്ല, ഇപ്പൊ ആഘോഷം ഇപ്പോ കുടുംബത്തിന്റെ കൂടെ തന്നെ ഉള്ള ആഘോഷം എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും ഒരുപോലെ തന്നെ ആഘോഷിക്കണമെന്ന് തോന്നുന്നു അല്ലേ. രാവിലെ തൊട്ട് ഈ പറഞ്ഞ പോലെ വല്ല അമ്പലത്തിൽ പോവും, അല്ലെങ്കിൽ പൂക്കളിടും, സദ്യ കഴിക്കും, നല്ല തീറ്റ ആയതുകൊണ്ട് കിടന്നുറങ്ങും, ഉച്ച കഴിഞ്ഞ് എണീക്കും. ഇതാണ് നോർമലി ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുക, തൃപ്പൂണിത്തുറ തന്നെയായിരിക്കും. തൃപ്പൂണിത്തുറ അമ്പലവും പിന്നെ ആ പരിസരങ്ങളിലും പിന്നെ ഫ്രണ്ട്സായിട്ടുള്ള പിന്നെ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഒരുപാട് ആഘോഷങ്ങൾ ഞങ്ങളുടെ കോളനി തന്നെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ആരുടെയെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ബിസിയാവും. അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് വീട്ടിൽ വരുന്നത് തന്നെ ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോവുക. അതായിരിക്കില്ല ഫോക്കസ് മൊത്തം പുറത്തും ഈ പറഞ്ഞതുപോലെ കോളനിയിലുള്ള വായ്നോട്ടവും കാര്യങ്ങളും അമ്പലങ്ങളുടെ പരിസരങ്ങളും തൃപ്പൂണിത്തുറ അമ്പലവും അത് തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. എനിക്ക് അറിയുമെന്ന് അറിയത്തില്ല, കാരണം ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ഭാഗത്തുള്ള ചെറുപ്പക്കാർക്ക് അത്തച്ചമയത്തിനൊരു വായുനോട്ടമുണ്ട്. സ്വാഭാവികം അല്ലേ? തീർച്ചയായിട്ടും. അതെ. അല്ല, അത് ഞാൻ ഒരു സൈലൻസ് ഒന്ന് പെട്ടെന്ന് ഞാൻ ഒറ്റപ്പെട്ട പോലെ തോന്നി എനിക്ക്. വായ്നോട്ടം എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഇവിടെ വന്നിരിക്കുമ്പോൾ എന്ന് പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ വർക്കുണ്ട്. പിന്നെ വെറുതെ അല്ല. പണ്ട് തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഐ മീൻ ഈ എന്താ പറയുക ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ അവിടെ ഈ മിമിക്രി കോമ്പറ്റീഷൻ കാര്യങ്ങൾ വെക്കുക എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് അവിടെയൊക്കെ പെർഫോം ചെയ്യാനായിട്ടൊരു സ്പേസ് കിട്ടുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക അതിഥിയായിട്ട് പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഓർമ്മകൾ അതെപ്പോഴും ഉണ്ട്.